ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പം മാങ്ങ സീസൺ തീരുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു പച്ചമാങ്ങ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക. ഞാൻ പീലർ കൊണ്ടൊരു പണി നോക്കി, പക്ഷെ നടന്നില്ല. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് പിച്ചാത്തി വെച്ച് തന്നെ സ്ലൈസ് ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. നല്ല കനം കുറഞ്ഞ് സ്ലൈസസ് ആക്കി വേണം എടുക്കാൻ. ഇനി നമ്മളൊരു നോൺ സ്റ്റിക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 3-4 വറ്റൻ മുളക് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ മക്കൾസേ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ സ്ലൈസസ് അല്പം ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇനി ചെറിയൊരു ഗ്രൈൻഡറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളകും അല്പം കറിവേപ്പില പൊടിയും കൂടെ ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മാങ്ങയിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഉണക്കമുളകിൻ്റെ ഫ്ലേക്സും ആവശ്യമെങ്കിൽ അല്പം ഉപ്പും പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. ശർക്കര പൊടിയോ അല്ലെങ്കിൽ ശർക്കര പാനിയാക്കി വെച്ചോണ്ടെങ്കിൽ അതോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എക്സ്ട്രാ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം മാംഗോ സ്ലൈസസ് നമ്മൾ ഓൾറെഡി എണ്ണയിലിട്ടാണ് വഴറ്റിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാംഗോ ഒരു 5 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല, ഓവർ കുക്ക് ആയാലും ശരിയാവില്ല. ചോറുമായിട്ടൊരു മസ്റ്റ് ട്രൈ കോംബോ ആണ്. ഞാൻ ട്രൈ ആക്കിയത് നമ്മുടെ മാംഗോയും ചോറും അതുപോലെ തന്നെ മീൻ പറ്റിച്ചതും കൂടെ ആയിട്ടാണ്. വേറെ ലെവൽ സാധനമായിരുന്നു. മാംഗോ ലവേഴ്സിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സോ ഡു ട്രൈ ഔട്ട്, സെൻഡ് മീ യുവർ ഫീഡ്ബാക്ക്. ഇറ്റ്സ് മീ ഷാന സൈനിങ് ഓഫ്. ടേക്ക് കെയർ. അല്ലാഹ്.